വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന തേങ്ങയൊന്നും ചേർത്ത് അരക്കാത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഒരു മൺചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത്, 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് എണ്ണയിലിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതീയിൽ മൂപ്പിച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 250 ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലോട് കൂടിയുള്ളത് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബോൺലെസ് ചിക്കൻ കറി കണക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എണ്ണയിലിട്ട് ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇതിൻ്റെ കളർ മാറി ഒരു വൈറ്റ് കളറാകുന്ന രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റണം. ഇനി അതേ മൺചട്ടിയിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ. അതിനുശേഷം 2 ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടത്തിൽ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ളത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കളർ മാറി വരുന്ന ഒരു പാകമുണ്ടല്ലോ, ആ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കിയെടുത്താൽ മതിയാകും. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് നല്ല പഴുത്ത 2 തക്കാളി ചേർക്കാം. അപ്പോൾ 2 ചെറിയ സവാളക്ക് 2 നല്ല പഴുത്ത വലിയ തക്കാളി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം തക്കാളി നമ്മളിങ്ങനെ തവി വെച്ചിട്ട് കുത്തി അടച്ചു കൊടുക്കില്ലേ, ആ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കണം. തക്കാളി നന്നായി വെന്ത് പാകമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 2 മിനിറ്റ് മാത്രം എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർക്കാം. കൂട്ടത്തിൽ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് തൈരൊക്കെ നന്നായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി എണ്ണ നന്നായി തെളിഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് അധികം വേണ്ട. ഇപ്പം ഞാൻ ഒരിത്തിരി ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. കറി നന്നായിട്ട് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് പാകമാകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 10 കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. കശുവണ്ടി പരിപ്പിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം. 2-3 പച്ചമുളക് ചേർക്കാം. പിന്നെ കസൂരി മേത്തി കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതും ചപ്പാത്തി, പൊറോട്ടയുടെ ഒക്കെ കൂടെ, ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.